السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. കിഷോർ അതുപോലെ തന്നെ ജുബൈർ ഇവ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു അല്ലേ. അങ്ങനെ കിഷോർ അവൻ്റെ കുട്ടിക്കാലത്തെ സ്മരണകളൊക്കെ ആ ഒരു കഥാരൂപത്തിൽ നമ്മുടെ ഉമ്മി അൽ വദൂദ് എന്നുള്ള ഒരു കഥയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനെ തുടർന്ന് വന്നിട്ടുള്ളതായ ആക്ടിവിറ്റീസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പുതിയ പാഠഭാഗം നോക്കാം. നോക്കൂ, കാന സ്വദീഖു കിഷോർ യസ്തമിഉ ഇലാ ഖിസ്സതി ഉമ്മിഹി ഫഅബ്ദാ റജാഅഹു അൻ യതഅറഫ ബിതിൽകൽ മർഅത്തിൽ കരീമ. ഇത്തസല കിഷോർ ബി ഉമ്മിഹി അബറ മുകാലമത്തി ഫീഡിയോ. എന്താണ് പറയുന്നതെന്ന് നോക്കൂ. കാന സ്വദീഖു കിഷോർ, കിഷോറിൻ്റെ കൂട്ടുകാരൻ ആരായിരുന്നു? സ്വദീഖ് ആരാണ് ആ കൂട്ടുകാരൻ? ജുബൈറാണ് അല്ലേ. അപ്പോൾ കിഷോറിൻ്റെ കൂട്ടുകാരൻ ആയിരുന്നു ഇസ്തമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ്. ഇലാ ഖിസ്സതി ഉമ്മിഹി, അവൻ്റെ ഉമ്മയുടെ കഥ അഥവാ കിഷോറിൻ്റെ ആ ഒരു ഉമ്മയുടെ കഥ അവൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം അബ്ദ എന്ന് പറഞ്ഞാൽ പ്രകടമാക്കുക, വെളിവാക്കുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ് കേട്ടോ. അബ്ദ റജാഅഹു, റജാ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ്. റജാഅഹു എന്ന് പറയുമ്പം അവൻ്റെ ആഗ്രഹം എന്നാണ്. അവൻ അവൻ്റെ ആഗ്രഹം പ്രകടമാക്കി. അൻ യതഅറഫ, എന്തിനു വേണ്ടിയിട്ടാണ്? അൻ യതഅറഫ, തഅറഫ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക എന്നാണ് കേട്ടോ. അൻ യതഅറഫ ബിതിൽകൽ മർഅത്തിൽ കരീമ, ആ മാന്യമായിട്ടുള്ള ആ ഒരു ആദരണീയയായിട്ടുള്ള ആ ഒരു സ്ത്രീയെ, ആ ഒരു വനിതയെ പരിചയപ്പെടണം, ആ ഒരു സ്ത്രീയെ പരിചയപ്പെടണം എന്നുള്ള അവൻ്റെ ആഗ്രഹം അവൻ പ്രകടമാക്കി എന്നാണ്. അങ്ങനെ കൂട്ടുകാരൻ്റെ ആഗ്രഹം കേട്ട സമയത്ത് ഇത്തസല കിഷോർ കോണ്ടാക്റ്റ് ചെയ്തു. ഇത്തസല എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ് ചെയ്യുക, ബന്ധപ്പെടുക എന്നാണ് കേട്ടോ. ഇത്തസല കിഷോർ ബി ഉമ്മിഹി, അവൻ്റെ ഉമ്മയുമായി കൊണ്ട് കോണ്ടാക്റ്റ് ചെയ്തു. അബറ മുകാലമത്തി ഫീഡിയോ, ഒരു വീഡിയോ കോളിലൂടെ അവന് ആ ഉമ്മയുമായി കൊണ്ട് സംസാരിച്ചു എന്നാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കോളിൽ സംസാരിക്കുന്നതാണ് നമുക്ക് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും. എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? അവിടെ ആരൊക്കെയാണുള്ളത്? കിഷോറുണ്ട്, അതോടൊപ്പം തന്നെ ജുബൈർ ഉണ്ട് അല്ലേ. അവർ രണ്ടുപേരും എന്താണ്, അവർ വീഡിയോ കോളിലൂടെ ആ ഒരു ഉമ്മയുമായി കൊണ്ട് സംസാരിച്ചിരിക്കുന്ന ചിത്രമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു പാഠഭാഗം വായിച്ചു നോക്കാം. അൽ ഇൻസാനിയ എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അൽ ഇൻസാനിയ എന്താണ്? ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ, മനുഷ്യൻ എന്നാണ് അല്ലേ. ഇൻസാനിയത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്നാണ് കേട്ടോ. അപ്പം അൽ ഇൻസാനിയ, മനുഷ്യത്വം എന്നാണ് ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു പാഠഭാഗം വായിച്ചു നോക്കാമല്ലോ. അപ്പോൾ കിഷോറും അതുപോലെ തന്നെ ജുബൈറും പിന്നെ ആ ഒരു ഉമ്മയും തമ്മിൽ നടക്കുന്ന ഫോൺ കോളാണ് കേട്ടോ. ഒരു വീഡിയോ കോളാണ് നമുക്കവിടെ കോൺവെർസേഷൻ രൂപത്തിൽ അവിടെ കൊടുത്തിട്ടുള്ളത്, സംഭാഷണ രൂപത്തിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, കിഷോർ സ്വബാഹൽ ഖൈർ ഉമ്മി, എന്താണ്? ഗുഡ് മോർണിംഗ് അല്ലേ. മൈ മോം, ഉമ്മ ഡിയർ മോം ഗുഡ് മോർണിംഗ് എന്നാണ് അല്ലേ. ഉമ്മ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് ഉമ്മ പറയുന്നത് എന്ന് നോക്കും. സ്വബാഹന്നൂർ അല്ലേ, ഗുഡ് മോർണിംഗ്. ബുനയ്യ, മകനെ ഗുഡ് മോർണിംഗ്. കൈഫ അഖ്ബാറുക്, എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങൾ എന്നാണ്. ഖബർ എന്നതിൻ്റെ ജം ആണ് അഖ്ബാർ എന്ന് പറയുന്നത്. വാർത്തകൾ, വിവരങ്ങൾ, വിശേഷങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കൈഫ അഖ്ബാറുക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങൾ എന്നാണ്. അപ്പോൾ നമ്മൾ കൈഫ ഹാലുക്ക് എന്നൊക്കെ ചോദിക്കൂലേ, ആ ഒരു രൂപത്തിലാണ് അത് ചോദിക്കുന്നത് കേട്ടോ. കിഷോർ അനബി ഖൈർ അൽഹംദുലില്ലാ, എന്താണ്? സുഖമായിരിക്കുന്നു എന്നാണ് അല്ലേ. അനബി ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആം ഫൈൻ എന്നാണ് കേട്ടോ. അൽഹംദുലില്ലാ എന്നാണ് കിഷോർ പറയുന്നത്. അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, മൻ ബിജാനിബിക്, മൻ ആരാണ്, ബിജാനിബിക് നിൻ്റെ അടുത്തുള്ളത് ആരാണ് എന്നാണ് ആ ഉമ്മ ചോദിക്കുന്നത്. കിഷോർ പറയാണ്, സ്വദീഖി ജുബൈർ ഹുവ യർഅബു അൻ യതഹദ്ദസ മഅക്. അൽ ബികുല്ലി സുറൂരിൻ കൈഫ ഹാലുക ഇബ്നി. ജുബൈർ അൽഹംദുലില്ലാ ഉമ്മ ലഖദ് സമിഅതു അൻകി കസീറൻ മിൻ കിഷോർ. അൽ മാദാ ഖാല കിഷോർ അന്നി.
ജുബൈർ ശുർത്തി ഉമ്മുഹു ബാദ വഫാത്തി വാലിദതിഹി വകഫൽതിഹിം ബിഇനായത്തിൻ വഹനാനിൻ. ടീച്ചർ അതുവരെയുള്ള അർത്ഥം പറഞ്ഞുതരാൻ നോക്കൂ. കിഷോർ പറയാണ് സ്വദീഖി ജുബൈർ. ആരാണിത്? എൻ്റെ കൂട്ടുകാരൻ ജുബൈറാണ് എൻ്റെ അടുത്തുള്ളത് എന്നാണ് കേട്ടോ. സ്വദീഖി എൻ്റെ കൂട്ടുകാരൻ ജുബൈർ എന്നാണ് പറയുന്നത്. ഹുവ അവൻ അബു. റായിബ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ്. അതിൻ്റെ മുലാരിയാണ് അബു എന്ന് പറയുന്നത്, ആഗ്രഹിക്കുന്നു എന്നാണ് കേട്ടോ. എത്തഹദ്ദസ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അക്കി നിങ്ങളോട്. അപ്പോൾ ഉമ്മ നിങ്ങളോട് സംസാരിക്കുവാൻ അവന് ആഗ്രഹമുണ്ട് എന്നാണ് കിഷോർ പറയുന്നത്. അപ്പോൾ ഉമ്മ പറയാണ് ബിക്കുല്ലി സുറൂർ. അല്ല എന്താണ് എന്താണ് അതൊക്കെ സന്തോഷകരമായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതാണ് ബിക്കുല്ലി സുറൂർ എന്ന് പറയുന്നത്. കൈഫ ഹാലുക്ക് ഇബ്നി. എന്നിട്ട് ജുബൈറിനോടാണ് ആ ഉമ്മ ചോദിക്കുന്നത്, മകനെ എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങൾ എന്നാണ് കേട്ടോ. കൈഫ ഹാലുക്ക ഇബ്നി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജുബൈർ പറയാണ് അൽഹംദുലില്ലാ ഉമ്മ ഞാൻ സുഖമായിരിക്കുന്നു എന്നാണ്. ലഖദ് സെമിയോത്തു അൻകി. സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ്. സെമിയോത്തു ഞാൻ കേട്ടു. ലഖദ് സെമിയോത്തു തീർച്ചയായും ഞാൻ കേട്ടിട്ടുണ്ട്. അൻകി നിങ്ങളെക്കുറിച്ച് കസീറൻ ധാരാളം കേട്ടിട്ടുണ്ട്. മിൻ കിഷോറിൽ നിന്നും. അപ്പോൾ ആ ഉമ്മ ചോദിക്കുകയാണ് മാതാ കാല കിഷോർ അന്നി. എന്താണ് കിഷോർ എന്നെക്കുറിച്ച് പറഞ്ഞത്? മാതാ കാല കിഷോർ അന്നി എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്താണ് കിഷോർ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ജുബൈർ പറയാണ് സിർത്തി ഉമ്മുഹു ബാദ വഫാത്തി വാലിദതിഹി. എന്താണ് പറഞ്ഞത്? സിർത്തി നിങ്ങൾ ആയിത്തീർന്നതാണ്, ഉമ്മുഹു അവൻ്റെ ഉമ്മ, ബാദ വഫാത്തി വാലിദതിഹി അവൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം. ബാദ ശേഷം, വഫാത്ത് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്, വാലിദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മ എന്നാണ് അല്ലേ. അപ്പോൾ അവൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ അവൻ്റെ ഉമ്മയായി തീർന്നിട്ടുള്ളതെല്ലാം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ കഫൽതിഹിം ബിഇനായത്തിൻ വഹനാനിൻ. കഫല എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കണമെങ്കിൽ ഏറ്റെടുക്കുക എന്നാണ് കേട്ടോ. അവരെ സംരക്ഷിച്ചതും അവരെ ഏറ്റെടുത്തതും ബിഇനായത്തിൻ. ഇനായത്ത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ അല്ലെങ്കിൽ പരിചരണം എന്നാണ് കേട്ടോ. ബിഇനായത്തിൻ പരിചരണത്തോട് കൂടിയിട്ടും വഹനാനിൻ. ഹനാൻ എന്ന് പറഞ്ഞാൽ വാത്സല്യം എന്നാണ്. വാത്സല്യത്തോട് കൂടിയിട്ടും നിങ്ങൾ അവനെ ഏറ്റെടുത്ത് സംരക്ഷിച്ചതെല്ലാം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജുബൈർ പറയുന്നത് കേട്ടോ. അൽ അപ്പോൾ ഉമ്മ പറയാണ് യാ ബുനയ്യ ലൈസ ഫീഹി അജബുൻ വദാലിക മിൻ വാജിബത്തിന. എന്താണ് പറയുന്നത്? യാ ബുനയ്യ അല്ലയോ മകനെ, ലൈസ ഫീഹി അജബുൻ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ്. ലൈസ ഫീഹി അജബുൻ അതിൽ അത്ഭുതമൊന്നുമില്ല. വദാലിക മിൻ വാജിബത്തിന അത് നമ്മുടെ കടമകളിൽപ്പെട്ടതാണ്. വദാലിക്ക അത് മിൻ വാജിബാത്തിന എന്നാണ് അല്ലേ. വാജിബാത്ത് എന്ന് പറഞ്ഞാൽ കടമകൾ എന്നാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കടമകളിൽ പെട്ടതാണ്, അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് ആ ഉമ്മ പറയുന്നത്. ജുബൈർ പറയാണ് സ്വദഖതി ലൗ തഫക്കർ ജമീഉൻ നാസി ഹാകദ ലസോറൽ ആലമു ജന്നത്തൻ. ജുബൈർ എന്താ പറയുന്നത്? സ്വദഖത്തി നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്നാണ്. സ്വദഖത്തി നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ലൗ തഫക്കറ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാണ്. ലൗ തഫക്കറ ജമീഉ ഉന്നാസി എല്ലാ ആളുകളും, ജമീഉ ഉന്നാസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളും ഇങ്ങനെ ചിന്തിക്കുകയാണ് എങ്കിൽ, ഹാക്കദ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എന്നാണ്. മുഴുവൻ ആളുകളും ഇപ്രകാരം ചിന്തിക്കുകയാണ് എങ്കിൽ ലസോറൽ ആലമു ഈ ലോകം ആയിത്തീരുമായിരുന്നു, ജന്നത്തൻ ഒരു സ്വർഗമായി തീരുമായിരുന്നു എന്നാണ് ജുബൈർ ആ ഉമ്മയോട് പറയുന്നത് കേട്ടോ. അൽ അപ്പോൾ ഉമ്മ പറയാണ് നാം അതെ, അലൈന അൻ നുഹിബ്ബന്നാസ് ജമീഅൻ. അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ്, നമ്മുടെ മേൽ ബാധ്യതയാണ് എന്നാണ്. അൻ നുഹിബ്ബന്നാസ നാം ആളുകളെ സ്നേഹിക്കൽ, നാം ആളുകളെ ഇഷ്ടപ്പെടൽ, ജമീഅൻ മുഴുവൻ ആളുകളെയും നമ്മൾ സ്നേഹിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ബിദൂനി മുറാഅത്തിൽ അദിയാൻ. മുറാഅത്ത് എന്ന് പറഞ്ഞാൽ പരിഗണന എന്നൊക്കെയാണ്. ദൂനിൽ മുറാഅത്ത് എന്ന് പറഞ്ഞാൽ പരിഗണന കൂടാതെ എന്നാണ് കേട്ടോ. അൽ അദിയാൻ എന്ന് പറഞ്ഞാൽ ദീൻ എന്നതിന് ജം ആണ്, അദിയാൻ എന്ന് പറയുന്നത് മതങ്ങൾ എന്നാണ്. അപ്പോൾ മതങ്ങൾ പരിഗണിക്കാതെ, അപ്പോൾ മതം നോക്കാതെ എല്ലാ ആളുകളെയും സ്നേഹിക്കൽ നമ്മുടെ മേൽ എന്താണ്? നിർബന്ധമാണ് എന്നാണ്. വൽ ഔത്തോനി അതുപോലെ തന്നെ നാടുകൾ നോക്കാതെ,
വത്തുന് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യം അല്ലേ. ഔത്തോൻ എന്ന് പറഞ്ഞാൽ അതിന് ജം ആണ്, രാജ്യങ്ങൾ എന്നാണ്. അപ്പോൾ രാജ്യങ്ങളും അതുപോലെ തന്നെ മതങ്ങളും അതുപോലെ തന്നെ വൽ അൽവാനി, അൽവാൻ എന്ന് പറഞ്ഞാൽ നിറങ്ങൾ എന്നാണ്. ലൗനി എന്നതിൻ്റെ ജം ആണ് അൽവാൻ എന്ന് പറയുന്നത്. അതായത് നിറങ്ങളോ രാജ്യങ്ങളോ മതമോ ഒന്നും നോക്കാതെ പരസ്പരം സ്നേഹിക്കൽ എന്താണ്? നമ്മുടെ മേൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. കമാ കാലല്ല, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പോലെ എന്നാണ്. ഇപ്പോൾ ഖുറാനിലൊരു ആയത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് ഓതി നോക്കാം അല്ലേ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫൂ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും, ഇന്നാ തീർച്ചയായും നാം, ഖലഖനാകും, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്നാണ്. ഖലഖിന നാം സൃഷ്ടിച്ചിരിക്കുന്നു, കും നിങ്ങളെ, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മിന്തക്കരിം വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു. ദക്കർ എന്ന് പറഞ്ഞാൽ ആണ്, ഉൻസ എന്ന് പറഞ്ഞാൽ പെണ്ണ് എന്നാണ് കേട്ടോ. വ ജഅൽനാക്കും, എന്നിട്ട് ജഅല എന്ന് പറഞ്ഞാൽ ആക്കുക എന്നാണ്. വ ജഅൽനാക്കും, എന്നിട്ട് ഞാൻ നിങ്ങളെ ആക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. ഷുഊബൻ, ഷുഊബ് എന്ന് പറഞ്ഞാൽ ഷഅബ് എന്നതിൻ്റെ ജം ആണ് ഷുഊബ് എന്ന് പറയുന്നത്. ടീച്ചർ ഈ ജംകൾ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് ശേഷം ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാബും ജം ആണ് ഷോബ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ജനവിഭാഗങ്ങൾ എന്നാണ്. അതുപോലെ തന്നെ ഖബായില, ഖബായിൽ എന്ന് പറഞ്ഞാൽ കബീലറ്റ് എന്നതിന് ജം ആണ് ഖബായിൽ എന്ന് പറയുന്നത്, ഗോത്രങ്ങൾ എന്നാണ് അർത്ഥം. അള്ളാഹു പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കി, എന്നിട്ട് നിങ്ങളെ വിവിധ ജനവിഭാഗങ്ങളും അതുപോലെ തന്നെ വിവിധ ഗോത്രങ്ങളുമാക്കി തീർത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിതഅറഫൂ, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് എന്നാണ് കേട്ടോ. അപ്പം ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ആയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്കല്ല, ജനങ്ങൾക്ക് പരസ്പരം എന്താണ് മതത്തിൻ്റെയും നിറത്തിൻ്റെ പേരിലൊന്നും നാം ഒരു വ്യത്യാസം കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ജുബൈർ പറയാണ് തൊബാൻ, അതേ എന്നാണ്. ഉരീദു സിയാറത്തിക്ക് മാ കിഷോർ ഫി ബൈത്തിക്ക് ഇൻഷാ അല്ലാ. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സിയാറത്തിക്ക്, നിങ്ങളെ സന്ദർശിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മാ കിഷോർ, കിഷോറിൻ്റെ കൂടെ, ഫി ബൈത്തിക്ക്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്നാണ് കേട്ടോ. ഇൻഷാ അല്ലാ, അതായത് എന്താ പറയുന്നത്? ഒരു ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എന്നാണ് ജുബൈർ പറയുന്നത് അല്ലേ. ഇൻഷാ അല്ലാ, അള്ളാഹ് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ എന്നാണ്. അപ്പോൾ ഉമ്മ പറയാണ് മർഹബം ബിക യാ ബുനയ്യ, നിനക്ക് സ്വാഗതം അല്ലേ, വെൽക്കം എന്നാണ്. മാസ്സലാമ, അങ്ങനെ അവർ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ജുബൈർ ഫി അമാനില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ജുബൈറും അതുപോലെ തന്നെ കിഷോറിൻ്റെ ആ ഒരു ഉമ്മ അല്ലെ, കിഷോറിനെ വളർത്തിയ ഒരു ഉമ്മയും തമ്മിലുള്ളതായ ആ ഒരു വീഡിയോ കോൾ സംഭാഷണമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഹിവാർ രൂപത്തിലാണ്, ഒരു സംഭാഷണ രൂപത്തിലാണ് അത് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് എന്ന്. മക്കളെ, അപ്പോൾ ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ ടീച്ചർ ചില കുട്ടികളൊക്കെ ആവശ്യപ്പെടാറുണ്ട് വാക്കിൻ്റെ അർത്ഥമൊക്കെ ആഡ് ചെയ്തൂടെ എന്നൊക്കെ. ഓരോ വേർഡിൻ്റെ അർത്ഥമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വേണം ഒരു വീഡിയോ ഉണ്ടാക്കി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ അതൊന്നും ഇതിൽ ചേർക്കാത്തത്. അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്താണ്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന സമയത്താണ് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ വേർഡിൻ്റെ അർത്ഥം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അതിനു വേണ്ടി ഇരിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് അത് ചേർക്കാത്തത്, നിങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലുമൊക്കെ വാക്കിൻ്റെ അർത്ഥം, അതായത് ചില വേർഡിൻ്റെ അർത്ഥമൊക്കെ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇനി നമുക്കിതിന് ശേഷം വരുന്നതായ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നോക്കൂ നിങ്ങൾ, നഖ്റ ഉന്നസ വ നഖ്താറുൽ ജുമുഅ ലിൽ കലിമാത്തി താലിയ, അതായത് ആ ഒരു പാഠഭാഗം വായിക്കുവാനാണ്. എന്നിട്ട് അതിൽ നിന്നും താഴെ കൊടുത്ത പദങ്ങളുടെ ജംഅകളെ നിങ്ങൾ കണ്ടെത്തി എഴുതുവാനാണ് കേട്ടോ. വനഖ്താറുൽ ജുമുഅ, ജംഅകളെ തിരഞ്ഞെടുക്കാമെന്നാണ് ലിൽ കലിമാത്തി താലിയ, താഴെ കൊടുത്തിട്ടുള്ളതായ പദങ്ങൾക്ക്. ടീച്ചർ നേരത്തെ വായിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ജംഅ വരെ നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അതിന് ജംഉം മുഫ്രദും പറയുന്നത് എന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ആ പറഞ്ഞ പദങ്ങളുടെ ജംഅകളാണ് ഇവിടെ ചോദിക്കുന്നത്. നോക്കൂ, അൽ മുഫ്രദ് എന്താണ്? ഏകവചനാണല്ലേ, അതിൻ്റെ സിംഗുലർ രൂപമാണ്. അൽ ജംഅ അതിൻ്റെ ബഹുവചനമാണ്.
ഷഅബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജനവിഭാഗം എന്നാണ്. നമ്മൾ ആ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷഅബ് എന്നതിന് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഷഅബിൻ ഷുഊബൻ എന്നാണ് കേട്ടോ. രണ്ടാമത് നോക്കൂ, ദീനി എന്നാണ്. ദീനി എന്നതിന് അദിയാൻ എന്നാണ് വരിക. ദീനിൻ അദിയാൻ എന്നാണ്. വത്വന് എന്നതിൻ്റെ ഔത്തോൻ എന്നാണ്. നിങ്ങൾക്ക് അറിയുമായിരിക്കും. വത്വനും ഔത്തോൻ എന്നാണ്. രാജ്യങ്ങൾ എന്നാണ് അർത്ഥം. ലൗന് എന്നതിൻ്റെ അൽവാൻ എന്നാണ് കേട്ടോ. നിറങ്ങൾ എന്നാണ്. ലൗനുൻ അൽവാൻ എന്നാണ്. അപ്പം അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. അപ്പോൾ ഓക്കെ മക്കളെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ടീച്ചറുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.